ചിന്തയ്ക്കായി നമ്മൾ ഒരു വചനഭാഗം നമ്മൾ നോക്കുന്നത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിനകത്ത് Revelation chapter 3 verse number 7 ഇങ്ങനെയാ യോഹന്നാനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, write this letter to the angel of the church in Philadelphia. This is the message from the one who is holy and true, the one who has the key of David. What he opens, no one can close, and what he closes, no one can open. Hallelujah. ഒന്ന് വായിച്ച്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാനാകാത്ത വിധം തുറക്കുകയും ആരും തുറക്കാനാകാത്ത വിധം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ പറ്റത്തില്ല. കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാനും പറ്റത്തില്ല. അതാണ് അതിൻ്റെ ചുരുക്കം. സ്തോത്രം. ദാവീദിൻ്റെ താക്കോല് കയ്യിൽ പിടിച്ചിരിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ യേശു കർത്താവിൻ്റെ കയ്യിലുള്ള താക്കോല് എല്ലാ വാതിലുകളെയും തുറക്കാനും പറ്റും, എല്ലാ വാതിലുകളെയും പൂട്ടാനും പറ്റും. പക്ഷേ എൻ്റെ ദൈവമോ, ഹല്ലേലൂയ, ഒരു വാതിൽ തുറന്നാൽ, ഞാനിന്ന് ഒരു ഉറപ്പും ധൈര്യവും പറയട്ടെ, ആർക്കും ആ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല. ആരും ഭാരപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മയുടെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആ വാതിൽ, അയ്യോ എൻ്റെ ദൈവമേ അത് അടഞ്ഞു പോകുമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെന്തെങ്കിലും എതിര് പറയുമല്ലോ, അതെനിക്ക് തടസ്സമാവുമല്ലോ, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം വരുമല്ലോ എന്ന് പറഞ്ഞൊന്നും ആരും ഭാരപ്പെടേണ്ട. സ്തോത്രം. എൻ്റെ കർത്താവ് ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നാൽ, ഹല്ലേലൂയ, അത് ഈ ലോകത്ത് ആര് പരിശ്രമിച്ചാലും അത് അടയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ തിന്മയുടെയും നിരാശയുടെയും വിഷമത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഒക്കെ വാതിലുകൾ എൻ്റെ കർത്താവ് അടച്ചാൽ, സ്തോത്രം, അതാര് ശ്രമിച്ചാലും എവിടെ എന്ത് ചെയ്യാൻ നോക്കിയാലും, ഹല്ലേലൂയ, അങ്ങനത്തെ വാതിലുകൾ തുറക്കാനും പറ്റത്തില്ല. ഇന്ന് ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, വേണ്ടാത്ത വാതിലുകളുണ്ടെങ്കിൽ, നിരാശയുടെയും പ്രതികൂലത്തിൻ്റെയും, ഹല്ലേലൂയ, ചില ദുർസ്വഭാവത്തിൻ്റെ വാതിലുകൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, വാതിലിനകത്തൂടെ പിന്നെയും എത്ര ശ്രമിച്ചിട്ടും പറ്റാതെ വണ്ണം പിന്നെയും അങ്ങനത്തെ ദുർസ്വഭാവത്തിൻ്റെ വാതിലുകളുടെ അകത്തൂടെ കയറിപ്പോകുന്നുണ്ടെങ്കിൽ, ഭയത്തിൻ്റെയും നിരാശയുടെയും വാതിലുകളുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിനോട് വേണം, കർത്താവെ ഇന്ന് ആ വാതിലുകൾ അടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനത്തെ വാതിലുകൾ മേലിൽ തുറക്കാതെ ഇരിക്കാൻ എൻ്റെ കർത്താവ് മതിയായവൻ. എൻ്റെ യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സകലതും സ്വർഗത്തിലും അഴിക്കപ്പെടും. ഇന്ന് ആ താക്കോല്, ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ കയ്യിലും ആ അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് ക്രിസ്തുവായ നാമത്തിൻ്റെ അധികാരത്തിൻ്റെ പുറത്താണ്. ഹല്ലേലൂയ. നമ്മുടെ നാവും കൊണ്ട് നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ എൻ്റെ കർത്താവ് അത് ചെയ്ത് തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നതിലും അധികം അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന്. സ്തോത്രം. ഇത് നമ്മുടെ കയ്യിലാണ് ഈ അധികാരം കർത്താവ് തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് ഒരു വാതിൽ അടച്ചാൽ ആ വാതിൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നോയയുടെ നോയയുടെ വചനഭാഗം വരുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ദൈവം നോയയ്ക്ക്, അപ്പം ഈ വാതിൽ അടയ്ക്കണമെങ്കിലും തുറക്കണമെങ്കിലും ഞാനൊരു ചെറിയൊരു കാര്യം പറയുവാണ്, എന്നിട്ട് നമുക്ക് ആ വാതിലിൻ്റെ കാര്യം നമുക്ക് നോക്കാം. നോയെ നമ്മൾ കാണുമ്പം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് വരുമ്പം നമ്മൾ നോയെ കാണുന്നുണ്ട്. നോയെ നമ്മളൊന്ന് പഠിച്ചു നോക്കിക്കേ. നോവ ശരിക്കും ഒരു കൃഷിക്കാരനായിരുന്നു. നോവയ്ക്ക് പെട്ടകം പണിയാനൊന്നും അറിയത്തില്ലായിരുന്നു. നോവയെക്കുറിച്ച് നോവ ഒരു ബോട്ട് ബിൽഡറോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. സ്തോത്രം. നമ്മളുടെ മുമ്പിൽ നോവയെ പരിചയപ്പെടുത്തുന്നത്, നോവ ഒരു നീതിമാനായിരുന്നു, കുറ്റമില്ലാത്തവനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് നോവയെക്കുറിച്ച് പറയുന്നു, നോവ ദൈവത്തിനോടൊപ്പം കൂട്ടായ്മയിൽ നടന്ന ഒരു വ്യക്തിയാണ്. ഹി ഹാഡ് എ ക്ലോസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് കൂട്ടായ്മ കൂടണമെങ്കിൽ ദൈവവുമായിട്ട് കൂട്ടായ്മയ്ക്കകത്ത് വന്നാലേ കൂട്ടു സഹോദരന്മാരായിട്ട് കൂട്ടായ്മയ്ക്കകത്ത് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് കർത്താവുമായിട്ടുള്ള ബന്ധം നേരെയാണെങ്കിൽ മറ്റു ബന്ധങ്ങളെല്ലാം നേരെ ആയിക്കോളും. സ്തോത്രം. ബന്ധങ്ങളൊക്കെ ഒലയുന്നതൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? സ്തോത്രം. ഞാൻ പറയട്ടെ,
പറയട്ടെ, അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നോക്കിയാൽ മതി. ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഉറച്ചതും നല്ല ദൃഢം ഉള്ളതാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഭൂമിയിലുള്ള ബന്ധങ്ങളൊക്കെ നേരെ ആയിക്കോളും. ഒന്നും അതിനു വേണ്ടി ഒരുപാട് ഭാരപ്പെടുവൊന്നും വേണ്ട. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനമാണ്. ഹല്ലേലൂയ. ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് നടന്നവന്. എങ്ങനത്തെ കൂട്ടായ്മയാ? വളരെ ക്ലോസ് ഫെലോഷിപ്പ് എന്ന വചനം പറയുന്നത്. വളരെ ആഴമേറിയത്, വളരെ അധികം ഒരുമിച്ച് ഇരിക്കുന്ന ഒരു ബന്ധത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ നോവയുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്നതെല്ലാം കർത്താവിനും അറിയാം. കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് വരുന്ന ചിന്തകളെല്ലാം നോവയ്ക്കും അറിയാം. അതാണ് ഒരു ക്ലോസ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. അതൊരു വചനം പറയുന്നു, ദൈവം ഭൂമിയിൽ നോക്കിയിട്ട് നോവയോട് പറഞ്ഞു തരിക. നമുക്ക് ആ കഥയൊക്കെ അറിയാം. നോവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പെട്ടകം പണിയാൻ. ഹല്ലേലൂയ. അപ്പം ദൈവം ഭൂമിയിൽ മൊത്തം നോക്കിയപ്പോൾ അനുസരണം കെട്ടവരായിരുന്നു. പക്ഷേ നോവയോട് പറഞ്ഞപ്പോൾ നോവ അനുസരിച്ചു. എന്നിട്ട് ദൈവം ഏൽപ്പിച്ച ദൗത്യം കണ്ടോ? ദൈവം ഏൽപ്പിച്ച ദൗത്യം നമ്മളോടൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയും, എനിക്ക് ബോട്ട് ഉണ്ടാക്കാൻ അറിയാമോ കർത്താവേ എന്നൊക്കെ ചോദിക്കും, അല്ലേ? പക്ഷേ നോവ ഇതൊന്നും ചോദിക്കാൻ നിന്നില്ല. നോവയെക്കുറിച്ച് വചനം പറയുന്നു, നോവയോട് ദൈവം പറഞ്ഞു ബോട്ട് പണിയാൻ പറഞ്ഞപ്പോഴത്തേക്ക് നോവ പിന്നെ ഇടവും വലവും ഒന്നും നോക്കിയില്ല. നോവ ബോട്ട് പണിയാനായിട്ട് തുടങ്ങി. സ്തോത്രം. നോവ ബോട്ട് പണിതത് ദൈവം പറഞ്ഞു കൊടുത്ത അളവുകൾ പ്രകാരമാണ് നോവ ബോട്ട് പണിതത്. കണ്ടോ? അവനവനെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു കാര്യം ദൈവം ഏൽപ്പിക്കുമ്പോൾ ദൈവം അസാധാരണമായ ശക്തി അവൻ്റെ മേൽ പകരും. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് കർത്താവ് എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ നോക്കിയിട്ട് പറയുന്നുണ്ടോ, കർത്താവ് എന്നെക്കൊണ്ട് അത് സാധിക്കത്തില്ല എന്നൊക്കെ പറയുന്ന വിധത്തിലാണോ? പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മളോട് ഉറപ്പും ബലവും പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ മേൽ അധികം ശക്തിയും ബലവും ഇട്ട് തന്നിട്ടുണ്ട്. നോവ ഈ പെട്ടകം പണിതു. ഹല്ലേലൂയ. നോവ പെട്ടകം പണിതിട്ട് നോവയോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നോവ കേട്ടു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നോവയോട് പറഞ്ഞു മൃഗങ്ങളെ കയറ്റാൻ, കിളികളെ കയറ്റാൻ എല്ലാം ചെയ്തു. നോവയുടെ മക്കളും ഒക്കെ കയറി. എന്നിട്ട് തിരുവചനം പറയുന്നു, അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, then the Lord closed the door behind them. അതെന്ന് വായിച്ച്. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി അകത്ത് കടന്നു. യഹോവ വാതിലടച്ചു. ദൈവം വാതിലടയ്ക്കാൻ കാരണമുണ്ട്. എന്നുവെച്ചാൽ 150 ദിവസത്തേക്ക് വെള്ളം പൊങ്ങി. അത് കഴിഞ്ഞ് വെള്ളം താന്നു. പക്ഷേ പിന്നെയും നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 13-ാം തിരുവചനത്തിനകത്തേക്ക് വരുമ്പോൾ, 13-14 വചനങ്ങൾക്കകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, 1 വർഷത്തിന് മേളിൽ ഈ പെട്ടകത്തിൻ്റെ വാതിൽ അടഞ്ഞു കിടന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ദൈവമാണ്. സകലത്തിൻ്റെയും താക്കോല് കയ്യിലുള്ളവൻ വാതിലടയ്ക്കാൻ കാരണമുണ്ട്. എന്നുവെച്ചാൽ വാതിലടച്ചില്ലെങ്കിൽ ഹല്ലേലൂയ വെള്ളം അകത്ത് കയറി വരും. കർത്താവ് നോവയെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു. പക്ഷേ ശ്രദ്ധിക്കുന്നോ, നോവയല്ല വാതിലടച്ചത്. തക്ക സമയമായപ്പം വാതിലടച്ചത് കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ വാതിലടഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടോ? കർത്താവിനെയാണോ പ്രാർത്ഥിച്ചത്? യേശുവിനെയാണോ വിളിച്ചത്? ഹല്ലേലൂയ. യേശുവിലാണോ വിശ്വസിക്കുന്നത്? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ, ചില വാതിലുകളൊക്കെ അടഞ്ഞത് നല്ലതിനു വേണ്ടിയാ. സ്തോത്രം. ഇന്നൊന്ന് പറഞ്ഞേ, ചില വാതിലുകൾ അടഞ്ഞത് നല്ലതിനു വേണ്ടിയാ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. നോവയുടെ കയ്യിൽ പെട്ടകത്തിൻ്റെ സകല അളവുമുണ്ടായിരുന്നു. നോവയ്ക്ക് പെട്ടകത്തിനെ നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, തിരുവചനം പറയുന്നു ദൈവമാണ് വാതിൽ അടച്ചത്. ഹല്ലേലൂയ. ചിലപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കർത്താവ് ചില വാതിലുകൾ അടയ്ക്കും, അല്ലേ? പഠിക്കാൻ പോകാൻ വേണ്ടി സമ്മതിക്കാതെ വണ്ണം വാതിലടയും. ചില രാജ്യങ്ങളിൽ പോകാതെ വണ്ണം വാതിലടഞ്ഞെന്നിരിക്കും. ചില സ്ഥലങ്ങളിൽ പോകാതെ വണ്ണം വാതിലടഞ്ഞെന്നിരിക്കും. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലനോട് ഒരു വഴിയിലേക്ക് പോകാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞു, വേണ്ട, നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് സംഭവങ്ങളുണ്ട്, അല്ലേ? പകുതി വഴിയായപ്പോഴത്തേക്ക് നീ തിരിഞ്ഞു പോ, അല്ലെങ്കിൽ നീ അവിടോട്ട് ഏർപ്പെടണ്ട, നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞതുണ്ട്, അല്ലേ?
അല്ലേ? ഒരു തവണ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അവിടെ നമ്മൾ കാണുന്നുണ്ട് മസഡോണിയക്കാരനായ ഒരുവനെ ദൈവം കാണിച്ചിട്ട് മസഡോണിയയിലേക്ക് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഏഷ്യയിലേക്ക് പോകണ്ട എന്ന് ദൈവം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം തിരുവചനത്തിനകത്ത് നമ്മൾ കാണുമ്പോൾ പലയിടങ്ങളിൽ ദൈവമായിട്ട് വാതിലടയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ പറയും അപ്പം നമ്മളൊക്കെ എന്താണ് നമുക്ക് വേണ്ടത് ഇതിനകത്ത്? കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും കർത്താവിൻ്റെ പ്രവൃത്തി തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ നമ്മളുടെ അകത്ത് വേണം. സ്തോത്രം. ചിലതൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മളവിടെ നിന്ന് പറയല്ല, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചത് പോരാഞ്ഞിട്ടാ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പോരാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇതെൻ്റെ നല്ല സമയമല്ല എന്നൊന്നും പറയല്ല. അല്ലെങ്കിൽ കർത്താവിലായാൽ എന്നും നല്ല സമയമാണ്. കർത്താവിലായാൽ നല്ല വാതിലുകളും നല്ല വഴികളുമേ തുറക്കത്തുള്ളൂ. ചില വാതിലുകളൊക്കെ അടഞ്ഞെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത്, നന്നായി ആ വാതിലുകൾ അടഞ്ഞത്, അത് തുറന്നു കിടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ജീവിതം അങ്ങനെയൊന്നും ആയിരിക്കത്തില്ലായിരുന്നു. ഈ പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചില്ലായിരുന്നെങ്കിൽ നോവയ്ക്ക് അറിയത്തില്ലായിരുന്നു എപ്പോഴാണ് അടയ്ക്കേണ്ടെന്ന്. എന്നുവെച്ചാൽ മഴ വീഴുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് ദൈവം വാതിലടച്ചത്. സ്തോത്രം. ഒരു പ്രളയവും മഹാമാരിയും വരുന്നതിന് മുമ്പ് ദൈവമായിട്ട് വാതിലടച്ചത്. അതിനകത്ത് വാതിലടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ട് നോയയുടെ അനുസരണ കാണുന്നുണ്ട്. പലപ്പോഴും നോയയുടെ കഥയൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ആൾക്കാർ പറയും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സുരക്ഷിതരായി, ദൈവം പെട്ടകത്തിനകത്ത് നമ്മളെ കയറ്റിവെച്ചു. അല്ല, നോയയുടെ കഥ വേറൊരു കാര്യമാണ് നമ്മളെ കാണിക്കുന്നത്. നോയയുടെ കഥ കാണിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിനെ പൂർണ്ണമായി അനുസരിക്കുന്നവൻ്റെ കഥയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. നോവയ്ക്കൊന്നും അറിയില്ലായിരുന്നു. നോവയ്ക്ക് പെട്ടകം പണിയാൻ അറിയത്തില്ലായിരുന്നു. നോവ ഒരു കൃഷിക്കാരനായിരുന്നു. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞ് പിന്നെ അവർ ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നോവ ഒരു വിനിയാർഡ് പണിതു അല്ലേ? അവിടെ മുന്തിരി തോട്ടം ഉണ്ടാക്കി. ആ മുന്തിരിത്തോട്ടത്തിനകത്തു നിന്ന് വീഞ്ഞു കുടിച്ച് മദ്ദനായി കിടന്ന ഒരു ഭാഗം നമ്മൾ നോവയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പം നോവ ഒരു കൃഷിക്കാരനായിരുന്നു, തീർത്തും ഒരു കൃഷിക്കാരനായിരുന്നു. പക്ഷേ നോവയെ കൊണ്ട് ദൈവം പെട്ടകം പണിയിക്കുക മാത്രമല്ല, ഇന്ന് വിശ്വാസത്തിൻ്റെ പട്ടികയ്ക്കകത്ത് നോവയെ വെച്ചിട്ട് ഈ കഥ, നോവയുടെ കഥ ബൈബിളിനകത്ത് എവിടൊക്കെ പ്രവചനങ്ങളും വചന ശുശ്രൂഷയും നടക്കുന്നുണ്ടോ അവിടൊക്കെ പലയിടങ്ങളിലും നോവയുടെ വിശ്വാസത്തിനെക്കുറിച്ചും നോവ ചെയ്തതിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി, ഒന്നും അറിയത്തില്ലാത്ത ഒരു വ്യക്തി, അന്നത്തെ കാലത്ത് ഒരു ടെക്നോളജിയും അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു സമയത്ത് തൻ്റെ കയ്യാൽ തൻ്റെ മക്കളെ കൊണ്ടും താനും കൂടെ ഒന്നിച്ച് ചേർന്ന് നിന്ന് ദൈവത്തിൽ നിന്ന് ആലോചനകൾ കേട്ട് അതിൻ്റെ ആഴവും വീതിയും നീളത്തിലും ഒക്കെ ആ പെട്ടകത്തിനെ പണിതെടുക്കണമെങ്കിൽ എത്രയൊരു അത്ഭുതമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ആ പെട്ടകം 3 നിലയിലും അതിൻ്റെ വലുപ്പമൊക്കെ കാണുമ്പോൾ വലിയൊരു കെട്ടിടത്തിൻ്റെ വലുപ്പമുണ്ട്. ഇത്രയും വലിയൊരു പെട്ടകം അല്ലെങ്കിൽ അതിൻ്റെ അളവ് ഒരു തുള്ളി പോലും തെറ്റാതെ ഒരു കൃഷിക്കാരന് പണിതെടുക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കർത്താവ് ആ വ്യക്തിയെ എത്രയധികമാണ് സൂക്ഷിക്കുന്നത്. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിൻ്റെ കയ്യിലാണ് ഞാൻ അധികാരം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരം ആർക്കാ എടുത്ത് ഉപയോഗിക്കാൻ കർത്താവ് കൃപ നൽകിയിരിക്കുന്നത്? താൻ പറയുന്നതനുസരിച്ച് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെ കയ്യിലും കർത്താവ് ഈ താക്കോല് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടാനും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കാനും. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചില വാതിലുകൾ തുറന്നാൽ പിന്നെ ഏതൊരു ശത്രു ശ്രമിച്ചാലും ആ വാതിലുകൾ അടയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഒരു വാതിലടച്ചാൽ ഹല്ലേലൂയ ആർക്കും പിന്നെ ആ വാതിൽ തുറക്കാനും സാധിക്കത്തില്ല. ഇന്നൊന്ന് പറഞ്ഞേ, ജീവിതത്തിനകത്ത് നോക്കിയിട്ട് പറഞ്ഞേ, ജീവിതത്തിനകത്ത് ചില വാതിലുകൾ തുറന്ന് കിടപ്പുണ്ടോ? ഹല്ലേലൂയ. എന്നാ പറഞ്ഞേ, കർത്താവ് എന്നെ ഒരു വിശാലതയ്ക്കകത്തേക്ക് കൊണ്ടുവരാനാ ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ കാണുന്നുണ്ട് പെട്ടകം തുറന്ന് ഹല്ലേലൂയ ഇവരിറങ്ങി വന്നു കഴിഞ്ഞിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ ഞാൻ ഈ ദേശത്ത് അനുഗ്രഹിക്കും. ഇനി ഞാൻ ഒരിക്കലും
വെള്ളപ്പൊക്കം വന്ന് ഈ ഭൂമിയിൽ ആരെയും നശിപ്പിക്കത്തില്ല. അവരുടെ കയ്യിൽ വാഗ്ദത്തം കൊടുക്കുക. എന്നിട്ട് ഹല്ലേലൂയ കർത്താവ് എന്താണ് ചെയ്യുന്നത്? അവരെ ഒരു റെയിൻബോ അവർക്കൊരു അടയാളമായിട്ട് കൊടുക്കുക, അല്ലേ? ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പായിട്ട് ഹല്ലേലൂയ റെയിൻബോ കൊടുക്കുക. അപ്പോൾ അവരെ ആ വാതിൽ തുറന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത് വിശാലതയ്ക്കകത്തേക്കും അനുഗ്രഹത്തിനകത്തേക്കും വാഗ്ദത്തത്തിനകത്തേക്കുവാ. ഇന്ന് ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിനകത്ത് നന്മയുടെ വാതിലുകൾ തുറന്നു കിടപ്പുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് നീങ്ങാം, എനിക്ക് ഉയരാം, ഹല്ലേലൂയ എനിക്ക് സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള വാതിലുകൾ തുറന്നു കിടപ്പുണ്ടെങ്കിൽ, മക്കളുടെ ജീവിതത്തിൽ സ്വന്തമായ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിനോട് ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞേ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ സ്തോത്രം, ആ ജോലിയിലൂടെ എനിക്കൊരു വാതിൽ തുറന്നു തന്നിരിക്കുന്നതിനായി സ്തോത്രം, ആ കുടുംബ ബന്ധത്തിലൂടെ എനിക്കൊരു വാതിൽ തുറന്നു തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ എന്തിനാണെന്നറിയോ? ആ വാതിലിലൂടെ അനുഗ്രഹമുണ്ട്, അത് വിശാലതയായി തുറന്നിട്ടിരിക്കുക. ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ചില വാതിലുകൾ അടഞ്ഞു കിടപ്പുണ്ട്. ആരെങ്കിലും പറയുന്നുണ്ടോ, എനിക്ക് ആ രാജ്യത്ത് പോകാൻ പറ്റിയില്ല, എനിക്ക് ആ ജോലിയിൽ കയറാൻ പറ്റിയില്ല, ആ ബന്ധത്തിൽ എനിക്ക് കൂടാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടോ? കർത്താവിനോട് പറഞ്ഞ് നന്ദി കർത്താവേ, വേണ്ടാത്ത വാതിലുകളെ എൻ്റെ ജീവിതത്തിനകത്ത് അടച്ചതിനായി സ്തോത്രം. ഇനി എൻ്റെ കർത്താവ് അടച്ച വാതിലിനകത്തൂടെ നല്ല വാതിലുകൾ തുറന്നു കൊണ്ടിരുന്നത് ഒരു വിശാലതയ്ക്കകത്തേക്കാ സ്തോത്രം, അനുഗ്രഹത്തിനകത്തേക്കാ. ഹല്ലേലൂയ. ദാവീദിൻ്റെ താക്കോല് കയ്യിലുള്ളവൻ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാ സ്തോത്രം. എൻ്റെ കർത്താവിനറിയാം ഏതാ വാതിൽ തുറക്കണ്ടേ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒക്കെ ഒരു റിഡില് നമ്മളൊക്കെ പ്ലേ ചെയ്യും, അല്ലേ? ആ റിഡിലിനകത്ത് ഇങ്ങനെയാണ്, 3 വാതിലുണ്ട്. ഒരു വാതിലിനകത്തൂടെ കയറിയാൽ അവിടെ പാമ്പുണ്ട്, ഒരു വാതിലിനകത്തൂടെ കയറിയാൽ അവിടെ തീയുണ്ട്, വേറൊരു വാതിലിനകത്തൂടെ കയറിയാൽ അതിനകത്ത് കള്ളനുണ്ട്. ഇങ്ങനെയൊക്കെ കൊച്ചായിരിക്കുമ്പോൾ നമ്മളൊക്കെ കളിച്ചിട്ടുണ്ട്, അല്ലേ? അതിനകത്ത് ഏത് വാതിലിനകത്തൂടെ കയറണ്ടേ? എന്നിട്ട് അതിനകത്ത് ചോദ്യമുണ്ട്, ഒടുവിൽ കിട്ടുന്ന എന്തോ ഒരു നന്മ. സ്തോത്രം. എല്ലാ വാതിലിലും നമ്മൾ നോക്കുമ്പം ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ കാണും. പക്ഷേയോ ഹല്ലേലൂയ, എൻ്റെ കർത്താവാണോ മുൻപേ പോയിരിക്കുന്നത്? കർത്താവിന് അത്ഭുതകരമായ വാതിലുകൾ തുറക്കാൻ അറിയാം. സ്തോത്രം. ഏത് താക്കോലാണോ ഏത് വാതിലിന് വേണ്ടെന്ന് എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ കർത്താവിനറിയാം ഏറ്റവും ബെസ്റ്റ് വാതിൽ തുറക്കാനും അറിയാം. നല്ല വാതിലുകളുടെ താക്കോല് കർത്താവിൻ്റെ കയ്യിലുമുണ്ട്. നമ്മൾ മാസ്റ്റർ കീ എന്നൊക്കെ പറയത്തില്ലേ? വീടിൻ്റെ ഡോറൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, ഒക്കെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റർ കീ വന്നാലേ തുറക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ആ മാസ്റ്റർ കീയും കൊണ്ട് എല്ലാ വാതിലുകളും തുറക്കാൻ സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹോട്ടലിലൊക്കെ നമ്മൾ താമസിക്കുമ്പം എവിടെയെങ്കിലുമൊക്കെ അബദ്ധമായി എല്ലാം ലോക്കൊക്കെ ആയി പോയി കഴിഞ്ഞാൽ മാസ്റ്റർ കീ കൊണ്ടെന്ന് അവർ തുറക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ മാസ്റ്റർ താക്കോല് കയ്യിലുള്ളവനാ എൻ്റെ യേശു കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ യേശുവിൻ്റെ അധികാരത്തിൽ നന്മയുടെ വാതിലുകൾ ഇന്നൊന്നും അടഞ്ഞു നിൽക്കത്തില്ല. എന്നൊന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിനകത്ത് സകല നന്മയുടെയും വാതിലുകൾ തുറക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ ജീവിതത്തിനകത്ത് ഒന്ന് പറഞ്ഞേ, നന്മയുടെ വാതിൽ എൻ്റെ ജീവിതത്തിൽ തുറക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. തിന്മയുടെ വാതിലുകൾ അടയുകയും നന്മയുടെ വാതിലുകൾ തുറന്നു വരികയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ഒറ്റ കാര്യമേ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആ വെളിപാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, അവിടെ അതിൻ്റെ 8-ാം തിരുവചനത്തിനകത്ത് വചനം ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 8-ാം തിരുവചനം ഒന്ന് വായിക്കാം. ഐ നോ ഓൾ ദ തിങ്സ് യു ഡു ആൻഡ് ഐ ഹാവ് ഓപ്പൺഡ് എ ഡോർ ഫോർ യു ദാറ്റ് നോ വൺ ക്യാൻ ക്ലോസ്. യു ഹാവ് ലിറ്റിൽ സ്ട്രെങ്ത് യെറ്റ് യു ഒബേഡ് മൈ വേർഡ് ആൻഡ് ഡിഡ് നോട്ട് ഡിനൈ മീ. അന്ന് വായിച്ചേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചു. ആമേൻ. ഇത് തന്നെയാണ് നോവയും ചെയ്തത്. ഹല്ലേലൂയ. ആ ചുറ്റിനും നിന്ന ജനം അനുസരണയില്ലാത്തവരായിരുന്നു. പക്ഷേ നോവ ചെയ്ത അതേ കാര്യം ഈ വചനത്തിനകത്തും പറഞ്ഞിരിക്കുന്നത്. വെളിപാട് പുസ്തകം 3:8 അവിടെ പറയാണ്, കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനം എഴുതി വെച്ചിരിക്കുക. എനിക്കറിയാം നീ ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ
തുറന്നിരിക്കുന്നു. ആ വാതിൽ ആർക്കും ഇനിയും അടയ്ക്കാൻ പറ്റത്തില്ല. എന്താ തിരുവചനം അതിൻ്റെ 8 തന്നെ വായിക്കുമ്പം പറയുന്നു, നിനക്ക് അല്പമേ ബലമുള്ളൂ, പക്ഷേ എങ്കിലും നീ നിൽക്കുന്നത് പ്രതികൂലത്തിനകത്തായിരിക്കും. നീ നിൽക്കുന്നതിനകത്ത് പലവരും പറയുന്നുണ്ടായിരിക്കും ഇങ്ങനെ കയ്യും അടിച്ചും പാട്ടും പാടിയും പറ്റത്തില്ല എന്ന്. പലവരും പറയുന്നുണ്ടായിരിക്കും, നിൻ്റെ ചുറ്റിനും പറയുന്നുണ്ടായിരിക്കും നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്നത്, എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുക, എങ്കിലും നീ എന്നെ തള്ളിക്കളഞ്ഞില്ല, എങ്കിലും ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചു. നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ലോകത്തിനകത്ത് നീ ജീവിക്കുമ്പോൾ നിനക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. കൂട്ടുകാർ ചെയ്യുന്നത് പോലൊക്കെ ചെയ്യാനായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എങ്കിലും നീ എൻ്റെ വചനം അനുസരിച്ചു. ഞാനൊരു ചെറിയ ഉദാഹരണം ഞാനവിടെ പറഞ്ഞിട്ട് ഞാനത് ക്ലോസ് ചെയ്യാം. എന്താ വെച്ചാൽ ഇന്ന് വാതിലുകൾ തുറക്കണ്ടേ, തിന്മയുടെ വാതിലുകൾ അടയണം, നന്മയുടെ വാതിലുകൾ തുറക്കണ്ടേ. സ്തോത്രം. ഞാനൊരു എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്തുനിന്ന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഞാനവിടെ നിർത്താം. എൻ്റെ മൂത്ത മോൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം. അവളപ്പം 9ാം ക്ലാസ്സിൽ ടേം 1 ഫസ്റ്റ് ടേമിൽ അവൾക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടി. അപ്പം ഈ കൂട്ടുകാരി അധികം ഒന്നും പഠിക്കത്തോ എടുക്കത്തോ ഒന്നുമില്ല, അതിന് വലിയ ഫോക്കസ് ഒന്നും ഉള്ള കുഞ്ഞല്ല. അപ്പം ആ കുട്ടി അതിനെ ആർക്കും കൂട്ടുകൂടാൻ താല്പര്യമില്ല. അപ്പം ഇവക്ക് മനസ്സ് ഇങ്ങനെ സങ്കടം തോന്നിട്ടെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും പറയും അങ്ങനെ എല്ലാവരും തള്ളിക്കളഞ്ഞവരുടെ അടുത്തൊക്കെ ചെല്ലണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞത് കാരണം ഞാനും കൂട്ടുകൂടി എന്നവൾ എന്നോട് പറഞ്ഞ്. അപ്പോൾ അവളും കൂട്ടുകൂടിയിട്ട് അവൾ ഓർത്തു യേശുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ ഒന്ന് നല്ലതാക്കാം എന്നൊക്കെ ഓർത്തു. പക്ഷേ ആ കൊച്ചെന്ത് ചെയ്തു, ഇവളോട് പറഞ്ഞു, നീ ആ എന്താ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ട്, ഡിസ്കോഡ്, ഇതൊക്കെ തുറക്കാൻ ഇങ്ങനെ കൂട്ടുകൂട്, അങ്ങനെ ഫ്രണ്ട്സ് ആവ് എന്നൊക്കെ ഇവളോട് പറഞ്ഞു. അപ്പോൾ ഇവൾ വന്നിട്ട് എന്നോട് എല്ലാം ഇങ്ങനെ വന്നിട്ട് പറയും. അപ്പോൾ അവൾ 1-2 ഡിസ്കോഡ് അങ്ങനെയൊക്കെ 1-2 സോഷ്യൽ മീഡിയ ചാനൽസൊക്കെ അവൾ സൈൻ ഇൻ ചെയ്തു. എന്നിട്ട് വന്നിട്ട് എന്നോടും പറയും, അമ്മ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ അവളോട് ഗുണദോഷിക്കുക, ഞാൻ പറയും അത് നല്ലതല്ല, അതിനകത്ത് നമ്മൾ നോക്കണ്ട എടുക്കണ്ട എന്നൊക്കെ ഞാനിങ്ങനെ പറയും. പക്ഷേ ഞാൻ ഒരുപാട് അങ്ങനെ നമ്മൾ വേണ്ട 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 എന്ന് പറയുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അത് വീണ്ടും ചെയ്യാനായിട്ടുള്ള ആവേശം ഉണ്ടാകുന്നത്. അപ്പോൾ അവളോട് ഞാനിങ്ങനെ ഗൈഡൻസ് കൊടുക്കും, അവളോട് കൗൺസിൽ ചെയ്യും, സംസാരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മമ്മ ഞാൻ ആ വഴിയിലൂടെ ഞാൻ പോകത്തില്ല, അവിടെ ഒരു വാതിൽ തുറന്ന് കിടപ്പുണ്ട്, പക്ഷേ ആ വാതിൽ ശരിയല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അതിനകത്തു നിന്നൊക്കെ ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. അതെല്ലാം ഞാൻ പുറത്തു വന്നു. ഇന്നലെ ഞങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു ഞാനും മോളും കൂടെ. അപ്പോൾ എന്നോട് പറയാ, ആ കൊച്ചുമമ്മയ്ക്ക് അറിയോ ഒരുപാട് ഇങ്ങനെ കണ്ടമാനം വെബ്സൈറ്റിലൂടെയും സോഷ്യൽ മീഡിയ ചാറ്റിലൂടെയും ഒക്കെ പോയി അതൊരു വല്ലാത്തൊരു അവസ്ഥയിലായി നിൽക്കുക ഇപ്പോൾ ആ കൊച്ച്. അതിനെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ മെസ്സേജുകൾ അയക്കുന്നു, അങ്ങനെ ഒരു ഇതിൽ കൂടെ പോവുക. പക്ഷേ എൻ്റെ മോൾ എടുത്തൊരു തീരുമാനം, അവൾ എന്നോട് പറഞ്ഞു, എന്നെ കാണിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അതിനകത്തു നിന്നെല്ലാം ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. അത് അവൾ ലോഗിൻ ചെയ്തത് ഈ കൂട്ടുകാരി നിർബന്ധിച്ചപ്പോൾ അവൾ ലോഗിൻ ചെയ്തു. പക്ഷേ അവൾ എന്നോട് പറഞ്ഞ കാര്യം, അതിനകത്തൊക്കെ ഇങ്ങനെ മെസ്സേജസ് വരും, അങ്ങനെ അവർ പറയും, ഇങ്ങനെ പറയും. എനിക്ക് മനസ്സിലായി അതൊന്നും ശരിയുള്ള കാര്യമല്ല. അതെനിക്ക് മനസ്സിലായി അത് നല്ലതല്ല, എന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതെന്നെ എൻ്റെ പഠിത്തത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ. എനിക്കിനി ആ കൂട്ട് വേണ്ട. എന്നുവെച്ചാൽ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്താ അതിനോട് സംസാരിക്കാതെ, ആ കുട്ടിയോട് എന്താ നീ സംസാരിക്കാത്തത്, അത് നല്ലതല്ലല്ലോ, നീ അതിനോട് സംസാരിക്കണ്ടേ, വേറെ ആരും സംസാരിക്കാനില്ലല്ലോ. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞതാ, മമ്മ ആ കൂട്ട് എൻ്റെ അടുത്ത് കൂട്ടുകൂടിയാൽ ശരിയാവത്തില്ല, ഞാൻ ആ വാതിൽ അടച്ചു, ഇനി എന്നോടത് തുറക്കാൻ പറയല്ലേ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനിരുന്ന് അങ്ങനെ പ്രവർത്തിക്കാമെങ്കിൽ നമ്മളുടെയൊക്കെ അകത്ത് എത്രയധികം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും അല്ലേ. ഹല്ലേലൂയ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരാ. ഇന്ന് ജീവിതത്തിനകത്തൊക്കെ എവിടെയെങ്കിലും നമ്മുടെ നന്മ ചോർന്നു പോകുന്ന വാതിലുകളുണ്ടെങ്കിൽ നമുക്കിന്ന് അതിനെ അടയ്ക്കാം. അതാണ് അതാണ് വെളിപാട് പുസ്തകം 3:8 പറഞ്ഞത്, നിനക്ക് അല്പം ബലമേ ഉള്ളൂ, നിനക്ക് ശക്തിയില്ല. നിൻ്റെ ചുറ്റിനും പലവരും പറയും, നീ എന്തിനാ എങ്ങനെയാ എന്ന് ചോദിക്കും. പക്ഷേ നീ ചില വാതിലുകൾ അടച്ചില്ലേ, നീ ചിലതൊക്കെ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലേ, നീ എൻ്റെ ശബ്ദം കേട്ടില്ലേ, എനിക്കത് മതി, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും, ചില തിന്മയുടെ വാതിലുകളെ അടയ്ക്കും, ചില നന്മയുടെ വാതിലുകളെ തുറന്നിടും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഇന്ന് ഈ സമയം ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാന പ്രകാരം പരിശുദ്ധയാത്മാവെ ഇന്ന് ഈ വചനവും സാക്ഷ്യവും കേട്ടതുപോലെ തന്നെ അനേകർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ. തിന്മയുടെ വാതിലുകൾ അടയ്ക്കാൻ വേണ്ടി പരിശുദ്ധയാത്മാവ് ബലം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ കൂടെ നിന്ന് നന്മയുടെ വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ. തിന്മയുടെ വാതിലുകൾ അടയ്ക്കാൻ കൃപയും നൽകട്ടെ. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.